ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ചായക്കടിക്കുള്ള പണികൾ നോക്കുകയാണ് കേട്ടോ. രാവിലെ ഇതാ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പൊടിയൊക്കെ എടുത്തിട്ട് പാത്രത്തിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ 2 പേർക്കുള്ള നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നൂൽപുട്ടിന് നമ്മൾ തിളച്ച വെള്ളമല്ലേ എടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല, സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നൂൽപുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഞാൻ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഞാൻ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. ചിലവർ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാനങ്ങനെയല്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വെന്ത് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ മാവ് റെഡിയാക്കി വെച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കുഴക്കലൊന്നുമല്ല ടാസ്ക്കുള്ള കാര്യം. ഇതൊന്ന് പീച്ചിട്ട് നൂൽപുട്ടിൻ്റെ മാവ് അതിലേക്ക് ഇടുന്നതാണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ മാവ് നമ്മളിതാ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ കാണുന്ന സ്പീഡ് നോക്കണ്ട, ഇത് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. ഇത് കറക്കിയെടുക്കാൻ എനിക്ക് കുറച്ച് പാടാണ്. അങ്ങനെ ഒരു വിധത്തിൽ കറക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കറി ഇതാ വിസിലൊക്കെ അടിച്ച് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വറവിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുക്കറൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിതാ അതിലേക്ക് വറവിട്ട് കൊടുക്കുകയാണ്. ഒരു 4-5 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് കൊട്ടുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉള്ളി മൂപ്പിച്ചിട്ട് കൊട്ടുമ്പോൾ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ചായയാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചുക്കുട്ടന് പാലൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനിതാ കുറച്ച് പാലെടുത്തിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടുപ്പത്ത് വേവിക്കാൻ വെച്ച നൂൽപുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 പപ്പടക്കോൽ എടുത്തിട്ടാണ് കേട്ടോ ഞാനത് എടുക്കുന്നത്. അപ്പോൾ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെടുത്തിട്ട് കാസറോളിൽ ഇട്ട് അടച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ പിന്നെ ചൂടോടെ എടുത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ. നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡിയായി. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം. ഇച്ചുക്കുട്ടന് ഞാൻ 2 നേരം പാൽ കൊടുക്കാറുണ്ട് കേട്ടോ, ചെറിയൊരു കുഞ്ഞ് ഗ്ലാസ്സിൽ. അപ്പോൾ ഞാൻ അവന് പാല് കൊടുക്കുന്ന ടൈമിലായിരുന്നു കുറച്ച് പാലെടുത്തിട്ട് ഞാൻ ചായ ഉണ്ടാക്കാറാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഇതാ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചായയും കൂടി ആയപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ഇച്ചുക്കുട്ടനും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നൂൽപുട്ട് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 3 നൂൽപുട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഒരു കുഞ്ഞു കൈ കണ്ടില്ലേ, അപ്പോൾ അവന് അമ്മ 3 എണ്ണമല്ല 4 എണ്ണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ഇട്ട് തന്നു കേട്ടോ, പാവം കുട്ടി. അങ്ങനെ ഇതാ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ വിളമ്പി ചായയും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.